ഞാനാ കരുണനാ. ആ മനസ്സിലായി. താൻ പുറത്തു കിടന്നായിരുന്നോ? അയ്യോ കടന്നു സാറേ. തലേ കെട്ടൊക്കെ ഉണ്ടല്ലോ. ഇത് ജയിലിൽ നിന്ന് കിട്ടിയതാണോ അതോ പുറത്തിറങ്ങി കിട്ടിയതാണോ? സാറേ ജയിലിൽ കിടന്ന ഇതുപോലെ പരുക്കൊന്നും പറ്റുകയല്ല. അവിടെ സുരക്ഷിതവാ. പുറത്താണ് സാറേ പ്രശ്നങ്ങൾ മുഴുവൻ. ഇന്നലെ രാത്രി ഏതോ ഒരുത്തം പറ്റിച്ച പണിയാ. എനിക്ക് മാത്രമല്ല ലാവനും കിട്ടിയിട്ടുണ്ട്. ആ കാശണ്ടിക്ക് വിശ്വന്. രണ്ടുപേരും പരസ്പരം തലതള്ളി പൊളിച്ചതാണോ? അയ്യോ അല്ല സാറേ. അല്ല താൻ നേരത്തെ പരോളിന് ഇറങ്ങിയപ്പോഴാണല്ലോ അയാളുടെ തല പൊട്ടിയത്. അത് താനാണോ ചെയ്തതെന്ന് പലർക്കും സംശയം ഉണ്ടായിരുന്നു. സാറേ ഞാനല്ല. ഒരുപക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ വീട്ടിലെത്തിയിട്ട് എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട സാറേ. ജീവിതം കൈവിട്ടു പോയ അവസ്ഥയില്ല. മൊത്തം കുളവായി കിടക്കുക. സാറിന് സുഖമാണല്ലോ അല്ലേ? താനൊക്കെ ജയിലിൽ പോയോണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. അല്ലെങ്കിലും സാറിനും കാർത്തൂനും കണ്ണനും ഒക്കെ എന്നും നല്ലതേ വരൂ. നിങ്ങളൊക്കെ നന്മ മാത്രം ചെയ്യുന്നവരാ. അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. പിന്നെ നിങ്ങളെപ്പോലുള്ളവരല്ലേ കൂട്ടത്തിൽ കൂടുതല്. പിന്നെ എന്ത് നന്മ ചെയ്താലും അതൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ നിങ്ങളെപ്പോലുള്ളവരൊക്കെ മതിയല്ലോ. സാറേ എന്റെ ജീവിതത്തിൽ 3 പാഠങ്ങളുണ്ട്. പാഠം 1 എന്റെ കനകേച്ചി ഒത്തുള്ള എന്റെ കുട്ടിക്കാലം. പാഠം 2 എന്റെ കല്യാണം കഴിഞ്ഞ കാലം. സുധാമണി എന്ന ഒരുത്തിയെ കെട്ടിയതിന് ശേഷമുള്ള കാലം. പണക്കാരനായ കാവിശ്ശേരി കരുണന്റെ കാലം. പാഠം 3 ജയിലിൽ പോയ ശേഷം പാപ്പരായി വന്ന വെറും കരുണന്റെ പുതിയ കാലം. സാറേ പാഠം ഒരുപാട് പഠിച്ചു. അമ്മയും മോളും ഇപ്പൊ മത്സരിക്ക അന്യന്റെ തോളെ തൂങ്ങാൻ. ചെയ്ത പാപങ്ങൾ അതുപോലെയാണല്ലോ. അതിനൊക്കെ പിഴ കൊടുക്കാതെ ഇവിടുന്ന് പോവാൻ പറ്റുമോ? സാറ് പറഞ്ഞത് 100% സത്യം. ആ മൺവെട്ടി കൊണ്ട് ഞങ്ങളുടെ ആരും തലയ്ക്ക് അടിക്കല്ലേ പരോളുകാരാ. തലമണ്ടയ്ക്ക് അടിക്കും. കണ്ണന്റെ തറവാട്ടി ഇപ്പൊ താമസിക്കുന്നവരുടെ. ഡോക്ടർ ഉണ്ണി ഇപ്പൊ കർഷകനാകാൻ ശ്രമിച്ചോണ്ടിരിക്കുക. ദോഷം പറയരുതല്ലോ. അതിലും 100% അവൻ പരാജയ. അവൻ എങ്ങനെയാ ഓരോന്നിന്റെ മൂടഴുക്കി കളയാന്നുള്ള പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക. എന്റെ ദീപ, നിനക്ക് എന്റെ മോളെ ഒന്ന് വിളിച്ചോണ്ട് പൊക്കൂടായോ? എന്നിട്ട് അവനെങ്കിലും ഒന്ന് രക്ഷിക്കടാ. നിങ്ങളുടെ മോളെ ഞാൻ വിളിച്ചുകൊണ്ട് പോയിട്ട് ഉണ്ണിയെ രക്ഷിക്കാം. അപ്പൊ എന്റെ കാര്യോടോ? എടാ നിന്നെ പോലെ ഒരാണിന്റെ ഒപ്പവേ അവൾ അടങ്ങി ഒതുങ്ങി ജീവിക്കൂ. പരോൾ എത്ര ദിവസമുണ്ട്? കുറച്ചു ദിവസമേ ഉള്ളൂ പാപ്പാ. അത് കഴിഞ്ഞ ഉടനെ എനിക്ക് എന്റെ തറവാട്ടിലോട്ട് പോണം. ഇപ്പൊ ജയിലാണല്ലോ എന്റെ തറവാട്. അവിടെയുള്ള സുഖം പുറത്തില്ല. സ്നേഹിക്കാൻ പുറത്ത് ആൾക്കാരില്ലെങ്കിൽ ജയില് തന്നെ നല്ലത്. എന്നാ എന്റെ കാര്യം മറിച്ചായിരുന്നു കേട്ടോ. എനിക്ക് എങ്ങനെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതിയെന്നായിരുന്നു. വീട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ട്? വീട്ടിൽ പോയതിന്റെ തലയെ കാണുന്ന ഈ കെട്ട്. ഓ അതാ വിശ്വന്റെ തലയിലുണ്ടല്ലോ. ദേ പാപ്പാ, അവന്റെ പേര് മാത്രം പറയരുത്. ദേ കുഞ്ഞുനാളെ മുതൽ പപ്പനും കണ്ണനും സുഹൃത്തുക്കളാ. അതുപോലെ ആയിരുന്നു ഞാനും അവനും. ദേ കണ്ണൻ ജയിലിലേക്ക് പോയപ്പോ നീ അവന്റെ കുടുംബത്തിന് താങ്ങും തണലുമായിട്ട് നിന്നെങ്കിൽ, ഞാൻ ജയിലിൽ പോയപ്പോ എന്റെ ഭാര്യയെ അടിച്ചു മാറ്റാനാ അവൻ ശ്രമിച്ചത്. ഞാൻ ജയിലിലേക്ക് പോയ കാര്യമൊന്നും നിങ്ങൾ കൂടുതൽ പറയണ്ട. അന്ന് പവിത്രയെ കാണാൻ എന്റെ തറവാട്ടിൽ ആള് വരുന്നു പറഞ്ഞ് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മോളും പവിത്രയും കാർത്തൂനെ ഏതെല്ലാം രീതിയിലാ ദ്രോഹിച്ചേ. പവിത്രയെ കാണാൻ മറ്റാരുമല്ല, ഞാൻ വരുന്ന പറഞ്ഞുണ്ടാക്കിയത്. പറഞ്ഞതൊന്നും പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ എനിക്ക് പറ്റിയ തെറ്റാ. അതിന് ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ലോകത്തൊരാൾക്കും ഇതുപോലൊരു ഭാര്യയും മോളെ കിട്ടത്തില്ല. ഈ പറമ്പ് നിങ്ങളുടെ പറമ്പായിരുന്നു. അറിയാം മോനെ, ഞാൻ എന്റെ മോക്ക് പൊന്നും വിലയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത പറമ്പ. അത് ദീപം വിലയ്ക്ക് വാങ്ങിയെന്നാ അവൾ എല്ലാരോടും പറയുന്നത്. പക്ഷെ സത്യം എനിക്കറിയാം. നിന്നോടുള്ള സ്നേഹം കൂടിയപ്പോ അവള് നിനക്കിത് ദാനമായിട്ട് തന്നതാ. അതിലെനിക്ക് ഒരു വിഷമവും ഇല്ല. കണ്ണന്റെ തറവാട് ഞാൻ വെട്ടിപ്പിടിച്ചു. എന്നാ അതിനു പകരം ഇരട്ടിയായി ദൈവം ഇവനെല്ലാം കൊടുത്തോണ്ടിരിക്കുക. മോള് കാർത്തൂനെ കൊല്ലാൻ നോക്കിയതാ. അത് കാർത്തൂനും അറിയാം.
എന്നിട്ടും അവയവദാനം നടത്തിയെങ്കിൽ അത് കാർത്തൂന്റെ വലിയ മനസ്സാ. അത് കാണാൻ മോളുടെ ചേച്ചിക്ക് കഴിയില്ല. ഇപ്പോഴും അവൾ കാർത്തു സഹായിച്ചതിനെ വിമർശിച്ചുകൊണ്ട് നടക്കുക. എനിക്ക് മകളെ പോലെ കാർത്തു, മഞ്ജുവിനെയും നിന്നെയും പോലെ തന്നെ. ഇപ്പോ സ്നേഹം കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് മോള് ചേർന്ന് നിൽക്കേണ്ടത് തെറ്റായ ഉപദേശങ്ങൾ തരുന്ന മഞ്ജുവായിട്ടല്ല, കാർത്തൂനെയാണ് മോൾ അനുകരിക്കേണ്ടത്. ആ കുട്ടിയുടെ സ്വഭാവമാണ് പകർത്തേണ്ടത്. ഒരിക്കലും മഞ്ജുവിന് കാർത്തു ആവാൻ കഴിയില്ല. അരുൺ മോളെ ഒഴിവാക്കിയിട്ട് കാർത്തുവിനെ വിവാഹം കഴിച്ചെങ്കിൽ അതിന് കാരണം അവളുടെ സ്വഭാവം തന്നെയാ. കാർത്തു വീട്ടിലേക്ക് വരും മോളെ കാണാൻ. ആ സമയത്ത് മോള് കാർത്തുവിനെ 2 കൈ നീട്ടി സ്വീകരിക്കണം. അതുപോലെ മഞ്ജു ഇനി തെറ്റായ ഉപദേശങ്ങളുമായി വന്ന അതിനൊന്നും ചെവി കൊടുക്കാതെ അവളെ ഒഴിവാക്കുകയും വേണം. എല്ലാവരും അവോയ്ഡ് ചെയ്താലേ അവളുടെ സ്വഭാവത്തിന് മാറ്റം വരൂ. ഞാൻ പോയി ബില്ലടിച്ചിട്ട് നഴ്സിനെയും കൂട്ടി വരാം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേ. ഞങ്ങള് 2 ആളിന്റെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പാ. ഇനി മഞ്ജു ചേച്ചി പറഞ്ഞതില് എന്തെങ്കിലും സത്യം ഉണ്ടാവോ? അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തെ ഞങ്ങളെ മറന്നിട്ട് അമ്മ എന്തുകൊണ്ടാ കാർത്തൂനെ ഇത്രയധികം സ്നേഹിക്കുന്നത്? സൂക്ഷിച്ചു നോക്കുവൊന്നും വേണ്ട. ഞാൻ തന്നെയാ കാവിശ്ശേരി കരണൻ, കണ്ണന്റെ മാമൻ. തല ഒന്ന് മുറിഞ്ഞായിരുന്നു, അതാ തലയിൽ ഈ കെട്ട്. പെട്ടെന്ന് മനസ്സിലായില്ല. മനസ്സിലായെങ്കിൽ അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞേനെ. താൻ ജയിലിൽ നിന്ന് പുറത്തു കിടന്നോ? പരോളില്ല. ഓ, അരുൺ കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടായിരുന്നു. ആ, ആഹാ. അയ്യോ, മോളെ കണ്ട ഇപ്പൊ മനസ്സിലാകത്തില്ല കേട്ടോ. അതുപോലെ മാറിയിട്ടുണ്ട്. അല്ല, മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ മുഖത്തിന് ഐശ്വര്യം കൂടും. അവിടെ കുറെ എണ്ണം ഉണ്ട് മതിലകത്ത്. മുഖത്ത് നോക്കി ആ കാർമേഘം ഹതിച്ചതുപോലെ. കണ്ണനെയും പപ്പനെയും ഒക്കെ കണ്ടിട്ടാ വരുന്നത്. നേരെ ചേച്ചിയുടെ അടുത്തേക്ക് പോകാമെന്ന് കരുതിയതാ. പിന്നെ ഇവിടെ കയറി മോളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. കരുണമാമൻ കയറിയിരിക്കെ. അരുൺ ഇവിടെ ഇല്ല. വരട്ടെ, എനിക്കൊരു ധൃതിയുമില്ല. കണ്ടിട്ടേ പോകുന്നുള്ളൂ. കരുണമാമ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല മോളെ, നല്ല വിശപ്പുണ്ട്. 10-12 മണിയേ ആയിട്ടുള്ളെങ്കിലും ഊണ് കാലമായെങ്കിൽ കഴിക്കാം. കറികളൊന്നും റെഡിയായി. പിന്നെ വന്നതേ വേറൊന്നിനും വേണ്ടി അല്ല. അവിടെ ഒരുത്ത കൃഷിപ്പടി തുടങ്ങി. ചീനിക്കമ്പും പയറും പാവലും ഒക്കെ നട്ടു നനച്ചോണ്ടിരിക്കുക. ചിലതൊക്കെ മുളച്ചു, മറ്റു ചിലതൊക്കെ നശിച്ചു. ആ, മുളച്ചതാണെങ്കിലേ ഒരുമാതിരി നാണം കുണിങ്ങി നിൽക്കുക. മുകളിലോട്ട് അങ്ങ് വരുന്നില്ല.
സാറ് കണ്ണനുള്ളപ്പോ പറമ്പിലോട്ടൊക്കെ വരുമായിരുന്നല്ലോ, അതുപോലൊന്ന് വന്നാ നന്നായിരുന്നു. മതിലകൻ തറവാടിന്റെ പറമ്പിലേക്ക് ഞാൻ വരാനാ. അവിടെ ആ മണ്ണിനെ സ്നേഹിച്ച ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഞാൻ ഇപ്പോഴും പോവാറുണ്ട്. കൃഷിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മരുമകൻ കർഷകനല്ലല്ലോ, ഗതികേട് കൊണ്ട് മണ്ണിലേക്ക് ഇറങ്ങിയവനല്ലേ. അവൻ എന്ത് നട്ടാലും അത് മുളക്കില്ല. ആ അത് സാറ് പറഞ്ഞത് 100% സത്യം. പിന്നെ വെറുതെ എന്തെങ്കിലും പണി ചെയ്യുന്നു എന്ന് പറയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? കാത്തു ഉണ്ടാക്കിയതല്ലേ, മോശം വരുവോ? ഇയാൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരുക്കുക? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഒരുക്കി കൊടുക്കാൻ ഞാൻ എന്താ? അയ്യോ ഇപ്പൊ വേണ്ട, അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ഞാൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് വരാം. വന്ന് സഹായിക്കണ്ട. ഭക്ഷണത്തിന് മുമ്പ് ഇന്ന് എഴുന്നേപ്പിച്ച് വിട്ട് ശീലമില്ല, അതുകൊണ്ടാ കൂടുതലൊന്നും ഞാൻ പറയാത്ത. ജയിലിൽ നിന്ന് വന്നത് ഇനി ആരുടെങ്കിലും ജീവനെടുക്കാനാണെങ്കിൽ തല്ലിക്കൊല്ലേ ഉള്ളൂ തന്നെ ഞങ്ങൾ എല്ലാരും കൂടി. അയ്യോ അങ്ങനെയൊന്നും പറയാതെ സാറേ, എന്റെ ചീത്ത സ്വഭാവങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടല്ലേ ഞാൻ ജയിലിലേക്ക് പോയത്. ഇനി നിങ്ങളുടെ ഗ്രൂപ്പാ ഞാൻ. അയ്യോ മതിയാക്കിയോ? അയ്യോ വയറ് നിറഞ്ഞു മോളെ. രണ്ടാമതും ഞാൻ ചോറിട്ട് കഴിച്ചായിരുന്നു. ഞാൻ പറഞ്ഞതാ സൽക്കരിക്കണ്ടെന്ന്, മോള് കേട്ടില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സൽക്കാരം സ്വീകരിച്ചിട്ട് എല്ലാം ഒരുക്കി കൊടുത്തവരെ ഒതുക്കാതിരുന്നാ മതി. കേട്ടു കേട്ടു, പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടു. സാറേ അങ്ങനെ തന്നെ പറയണം. കാരണം കാർത്തു അതുപോലെ പാവ, ആൾക്കാരുടെ കള്ളത്തരം മനസ്സിലാക്കാൻ കഴിയാത്ത കൊച്ച. അതുകൊണ്ട് സാറ് കുഞ്ഞിന്റെ ആ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കണം. ഇനി എങ്ങോട്ടാ പോകുന്നേ? എന്റെ വീട്ടിലൊഴിച്ച് ബാക്കി എല്ലായിടത്തും പോണം. അതെന്താ ഭാര്യയും മോളെ മരുമോനൊക്കെ അത്രയ്ക്കങ്ങ് വെറുത്തോ? അയ്യോ സാറേ, അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കുന്നതാ ഭേദം. അവളുമാർക്കൊപ്പം കഴിയുന്നതിനേക്കാൾ ഭേദം വല്ല കൊടുങ്കാട്ടിലും പോയി കിടക്കുന്നതാ. കുഴപ്പമില്ല, മുല്ലപ്പെരിയാറൊക്കെ റെഡിയായിട്ട് നിപ്പുണ്ടല്ലോ. അതുകൊണ്ട് ഒരുത്തിയുടെയും അഹങ്കാരമൊന്നും അധികകാലം നിലനിൽക്കത്തില്ല. മോളെ വേണ്ട വേണ്ട, ചായ ഒന്നും ഇടണ്ട. സമയം 12 ആയുള്ളൂ. അതിന് ചായ ഇടുന്നെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. അല്ല, കൊച്ചിന്റെ സ്വഭാവാ, ചാടിക്കയറി ഇട്ട് കളയും. എന്നാ പിന്നെ സാറേ പോയിട്ട് വരാം. പോയാ മതി, വരണ്ട. സാർ അങ്ങനെ പറഞ്ഞാലും ഞാൻ വരും. നല്ലവരുമായിട്ട് സഹകരിക്കണം, അവരെ കാണണമെന്ന് മാത്രമാണ് ഇപ്പൊ എന്റെ ചിന്ത. അതുകൊണ്ട് അത്തരക്കാരെന്റെ കരണത്തടിച്ചാലും ഞാൻ കേറി വരും. എന്നാ പിന്നെ പോട്ടെ. അതെ, ഈ പരിപാടിയൊക്കെ നിർത്തിക്കൊള്ളണം. വെറുതെ അപകടത്തെ വീട്ടിലോട്ട് വിളിച്ച് കയറ്റരുത്. പോട്ടെ സാറേ. സുഹൃത്തിനെ വഞ്ചിക്കുന്ന ചതിയാ. നീ ഒരു കാലത്തും രക്ഷപ്പെടില്ലടാ. ഓരോരോ തോന്നിവാസങ്ങൾ കാണിച്ചിട്ട് ജയിലിലേക്ക് പോകും. ഭാര്യയ്ക്ക് ബാധ്യത ഉണ്ടാക്കിയിട്ട് പിന്നെ ഇവൾ എങ്ങനെ ജീവിക്കൂടാ? നീ ഉണ്ടല്ലോടാ ഇവക്ക് ജീവിതം കൊടുക്കാൻ. നീ അതിന് സമ്മതിക്കുന്നില്ലല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ പരോള് കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നീ രജിസ്റ്റർ ഓഫീസിലേക്ക് ഇവളെ കൊണ്ടുപോവാ. ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തി തരാം. നിർത്തടാ.
നോണം കെട്ട സംസാരത്തിന് നാവ് കൊണ്ടല്ല കോഴി കൊണ്ടാ മറുപടി പറയേണ്ടത്. നീ പറഞ്ഞത് വളരെ ശരിയാടി. പക്ഷേ എന്റെ കൈയും കാലം കൂട്ടിക്കെട്ടിയില്ലേ? നീ അനുഭവിക്കുവടാ കാഷണ്ടി. ഇതിനൊക്കെ നീ എണ്ണി എണ്ണി സമാധാനം പറയേണ്ടി വരും. മുകളിലിരുന്ന് എല്ലാം കാണുന്നുണ്ട് ഒരാൾ. കാണുന്നുണ്ട് നിന്റെ ഭാര്യയുടെ കഷ്ടപ്പാട്. മോളിലിരുന്ന് ഒരാൾ മാത്രമല്ല, ഞാനും കാണുന്നുണ്ട്. അതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരുന്നത്, ഇവളുടെ ഒരു സമാധാനത്തിന്. തനിക്കിത് എന്തിനു കേടാ മനുഷ്യ? താൻ എഴുതിയിൽ എണ്ണ ഒഴിക്കുവാണോ? എന്നിട്ടും അങ്ങോട്ട് ആളി കത്തുന്നില്ല. സാരമില്ല, സമയമുണ്ടല്ലോ, ആളി കത്തിച്ചോളാം ഞാൻ. ഉണ്ണിക്കണ്ണന് മുമ്പില് കാഴ്ചദ്രവ്യങ്ങളൊരുക്കി കണി കാണുന്ന മുഹൂർത്തമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആനന്ദമാ. ഇത്തവണത്തെ വിഷുവിന് നിങ്ങൾ 3 കൊച്ചുമക്കളും വിഷുക്കണിയുടെ പിന്നിലുണ്ടാവണം, മുത്തശ്ശന്റെ കണി കാണാൻ. ഞങ്ങള് 2 കൊച്ചുമക്കളല്ലേ ഉള്ളൂ മുത്തച്ഛന്. കാർത്തുവും ഇപ്പൊ എന്റെ കൊച്ചുമോള് തന്നെയാ. കാർത്തൂനെ അവളുടെ അമ്മ കാട്ടിലെറിഞ്ഞതല്ലേ? അങ്ങനെയുള്ളവർക്ക് വേറെ അമ്മയും മുത്തശ്ശനൊക്കെ കാണില്ലേ? പ്രസവിച്ച ഉടനെ സ്വന്തം കുഞ്ഞിനെ കാട്ടിൽ കൊണ്ടിട്ടത് കാർത്തൂന്റെ അമ്മയാണെങ്കിൽ അവർ ഈ ലോകത്തേക്കും വെച്ച് ഏറ്റവും മോശ സ്ത്രീ ആയിരിക്കില്ലേ മുത്തശ്ശ? അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ഓരോരോ സാഹചര്യങ്ങളാണ് മനുഷ്യനെ കൊണ്ടതൊക്കെ ചെയ്യിക്കുന്നത്. മുത്തശ്ശൻ അവരെ ന്യായീകരിക്കുകയാണോ? നമുക്ക് അന്നെന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ, പിന്നെ ഒരാളെ പഴിക്കുന്നത് ശരിയാണോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സാഹചര്യം എന്തായാലും ഒരമ്മയും മക്കളെ കാട്ടിലെറിയില്ല. അങ്ങനെ എറിഞ്ഞു കളഞ്ഞ പിന്നെ ആ അമ്മ ജീവിച്ചിരിക്കേയില്ല. മോൾ അതേപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. കാർത്തു ഇന്ന് അനാഥയല്ല. സ്വന്തം അമ്മ കാർത്തുവിനെ കാട്ടിലെറിഞ്ഞെങ്കിലും കാർത്തു ആരോരും ഇല്ലാത്തവളായിട്ടുമില്ല. അന്നു മുതല് കാർത്തുവിന് തുണയ്ക്ക് ആളെത്തി. ദൈവാധീനമുള്ള കുട്ടിയാ കാർത്തു. അങ്ങനെയുള്ളവരുടെ ചരിത്രമൊന്നും നമ്മൾ ചകഞ്ഞു നോക്കണ്ട. അവരെ പരമാവധി സ്നേഹിക്കണം. അവർക്കൊപ്പം ചേർന്ന് നിന്നാൽ നമുക്കും അതുകൊണ്ട് ഗുണങ്ങളെ ഉണ്ടാവൂ. ശരിക്കും മാളതിനോട് സ്നേഹത്തിലാണോ സംസാരിച്ചും പെരുമാറിയൊക്കെ? അതെ. അങ്ങനെയാണെങ്കിൽ താൻ എനിക്കൊപ്പം വരേണ്ടതാണല്ലോ. എന്നേക്കാൾ മുന്നേ അവിടെ പോകാൻ തിടുക്കം കാട്ടേണ്ടതാണല്ലോ. നമ്മള് 2 പോയാ പിന്നെ അമ്മ ഇവിടെ തനിച്ചല്ലേ? എടോ, എത്രയോ തവണ അമ്മ അങ്ങനെ തനിച്ചു തന്നിരിക്കുന്നു. ഇനിയിപ്പൊ അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ അമ്മയെ കണ്ണേട്ടനെ വീട്ടിൽ വിട്ടാ പോരെ? ഇതിപ്പോ അതും അല്ലെങ്കിൽ പവിത്രടുത്തിയോടോ കണ്ണേട്ടന്റെ അമ്മയോടോ പറഞ്ഞ് അവരോടോ നിക്കില്ലേ? ഇന്ന് ഏതായാലും സാറ് പോയിട്ട് വാ. നമ്മളവിടെ ചെല്ലുമ്പോ മഞ്ജു എടുത്തി ഉണ്ടെങ്കിൽ ഏടത്തേക്ക് ഞാൻ ചെല്ലുന്ന ഇഷ്ടപ്പെടില്ല. എടോ, മാളൂനും അപ്പച്ചിക്കും താൻ അവിടെ ചെല്ലുന്ന ഇഷ്ടമാണെങ്കിൽ പിന്നെ ആരുടെ മുഖം താൻ നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഏട്ടത്തെ കാർത്തൂന് പേടിയാണെങ്കിൽ അവരവിടെ ഉണ്ടോന്ന് വിളിച്ചു വെച്ചിട്ട് പോവാം. ഏതായാലും അപ്പച്ചിയായിട്ട് ശത്രുത ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും അധികം പോകാനുള്ള സാധ്യതയില്ല. എങ്കിലും ഞാനവിടെ ചെന്നെന്നറിഞ്ഞാ ഏടത്തേക്ക് അത് രസിച്ചൊന്നും വരില്ല. എടോ, മറ്റുള്ളവരുടെ രസവും രസക്കേടൊക്കെ നോക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ പോകേണ്ടടുത്ത് പോണം, കാണേണ്ടവരെ കാണണം. ഏതായാലും ഇന്ന് മാളുവിനെ കാണുമ്പോ സത്യം അറിയാം. ഐസിയുയിൽ വെച്ച് മാള് തന്നോട് എങ്ങനെ പെരുമാറിയെന്ന്. അയ്യോ, അതൊന്നും ചോദിക്കണ്ട. എടോ, ഞാനതൊന്നും ചോദിക്കാൻ പോകുന്നില്ല. പിന്നെ തന്നെ ഇഷ്ടമാണെങ്കിൽ അത് ഇങ്ങോട്ട് പറയുമല്ലോ. കാർത്തു ഒരു പാവാ. കരള് ദാനം ചെയ്ത മാത്രമല്ല, അയാൾ ഇപ്പൊ പ്രാർത്ഥിക്കുന്ന അത്രയും മാളുവിന് വേണ്ടിട്ടാ. അയാൾക്ക് വേണ്ടി അയാൾ ദൈവങ്ങളോടൊന്നും പറയാറില്ല. നമുക്കൊക്കെ വേണ്ടി തന്നെ ദൈവങ്ങളെ കാണാൻ പോകുന്നത്. ആ മനസ്സ് മാളു അറിയണം. എന്നിട്ട് സ്വന്തം ചേച്ചിയെ പോലെ കരുതണം. അതിന് ശ്രമിക്കാം ഞാൻ. മോൾക്കിപ്പോ എന്തോ ചെറിയ മാറ്റമുണ്ട്. അതൊരു പക്ഷേ ഏട്ടത്തെ കണ്ടതിന്റെ ആവും. ഏട്ടത്തെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് മാളുവിനെ വഴിതെറ്റിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും. ദയവ് ഇത് ഇനിയെങ്കിലും നന്മയുടെ ഭാഗത്ത് നിൽക്കണം മോള്.
ആരാണ് ശരി ആരാണ് തെറ്റെന്നുള്ളത് തിരിച്ചറിയണം. അപ്പച്ചിയൊക്കെ ആഗ്രഹിക്കുന്നത് മാളും കാർത്തും ഒന്നിച്ചു പോണേന്നാ. ഏട്ടത്തി ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ശരി, കാർത്തും മാളും ഒന്നിച്ചിരിക്കുന്ന കണ്ട അപ്പച്ചിയുടെ മനസ്സ് നിറയും. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനിയെല്ലാം മാളുവിന്റെ ഇഷ്ടം. ഐസിയിൽ വന്നപ്പോ കാർത്തുവിനോട് കാട്ടിയ സ്നേഹം അതേപടി നിലനിൽക്കുന്നു തന്നെയാ ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹവും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സാരമില്ല മോളെ, മോള് ചെയ്യാനുള്ളത് ചെയ്തു. അതിനുള്ള പ്രതിഫലം അവളല്ല തരേണ്ടത്, ദൈവമാണ്. അത് മോൾക്ക് ഇരട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. മഞ്ജു എടുത്തി മാളും ഒക്കെ എന്നെ ഇത്രയൊന്ന് സ്നേഹിച്ചാ മതി അമ്മ, അംഗീകരിച്ചാ മതി. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. നടക്കില്ല മോളെ. മോൾ ആഗ്രഹിക്കുന്ന പോലെ അവരൊരിക്കലും മാറില്ല. മോളെ സഹായിക്കാൻ മറ്റാരെങ്കിലും കണ്ടെത്താന്ന് പറഞ്ഞതാ. എന്നിട്ടും കാർത്തു ഒരേ നിൽപ്പ് നിന്നു. കണ്ണനും കാർത്തുവിനെ പിന്തുണച്ചു. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒന്നും പ്രതീക്ഷിച്ചല്ല കാർത്തു അങ്ങനെയൊക്കെ ചെയ്തത്. എങ്കിലും ആ കുട്ടിയുടെ ഉള്ളിന്റെ ഉള്ളിൽ കാണും, മോളെ സഹായിച്ചത് കാർത്തുവാണെന്ന് അറിയുമ്പോഴെങ്കിലും മോള് കാർത്തുവിനെ സ്നേഹിക്കുമെന്ന്. അതുപോലെ ഉണ്ടായില്ലെന്ന് പറയുമ്പോ ഇനി എന്നാ മോളുടെ മനസ്സൊന്ന് മാറുന്നത്? മോളെന്താ ഒന്നും പറയാത്തത്? എനിക്കൊന്നും പറയാനില്ല. അപ്പോ മഞ്ജുവിനൊപ്പം ചേർന്ന് ഇനിയും കാർത്തുവിനെ വേദനിപ്പിക്കാനാണോ പുറപ്പാട്? എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്നെ കൊന്നിട്ട്. എന്റെ ജീവൻ എടുത്തിട്ടേ ഇനി നിങ്ങൾ കാർത്തുവിനെ കരയിക്കാൻ പാടുള്ളൂ. കാർത്തുവിനോട് എന്താ അമ്മയ്ക്ക് ഇത്രയും സ്നേഹം? എന്റെ മോൾക്ക് കരള് ദാനം ചെയ്തൊരു പെൺകുട്ടിയെ പിന്നെ ഞാൻ സ്നേഹിക്കണ്ടേ? അതിനു മുമ്പും അമ്മയ്ക്ക് കാർത്തുവിനോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ. അവള് ദൈവത്തെ അറിഞ്ഞ കുട്ടിയാ. അത് മനസ്സിലാക്കിയിട്ടാ അമ്മ കൂടെ നിന്നത്. അത് എത്ര തവണ ഞാൻ പറഞ്ഞു. അത് മാത്രാണോ കാരണം? അതെ, അത് മാത്രമാണ്. ഞാനും മോളുടെ മുത്തശ്ശനൊക്കെ കാർത്തൂനെ ഇത്രമാത്രം സ്നേഹിക്കാൻ കാരണം. കാർത്തൂന് മോളെ കാണാൻ മറ്റാരേക്കാളും ആഗ്രഹമുണ്ട്. അരുൺ ഇങ്ങോട്ട് വന്നപ്പോ ഉറപ്പായിട്ടും അവന്റെ കൂടെ കാർത്തു വരേണ്ടതാ. പിന്നെ മോൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്ര വരാതിരുന്നത്. ആ കുട്ടി പാവമല്ലേ മോളെ? ഇവിടേക്ക് വരുമ്പോ മോളവളെ സ്നേഹിച്ചില്ലെങ്കിലും അവളോട് നല്ല നാല് വർത്താനം പറഞ്ഞൂടെ? കാർത്തു ഇങ്ങോട്ട് ഇഷ്ടം കാട്ടുമ്പോ അത് നിഷേധിക്കാതിരുന്നൂടെ? മഞ്ജു സ്വത്തിനും പണത്തിനും വേണ്ടി ജീവിക്കുന്നവളാ. അത് നഷ്ടപ്പെടുമെന്ന് കണ്ട എല്ലാവരെയും വെറുക്കും, മോളെ പോലും. എന്നാ അതുപോലെയല്ല കാർത്തു. മോൾക്ക് സ്വന്തം ചേച്ചി പോലെ കാർത്തൂനെ കാണാം, അടുത്ത് നിർത്താം. അങ്ങനെ ചെയ്ത സ്വന്തം ഹൃദയം പറിച്ചു തരുന്ന കൂട്ടത്തിലാ കാർത്തു. അതെന്താ മോൾക്ക് മനസ്സിലാവാത്തത്? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നിനക്ക് എന്നോട് പ്രേമമുണ്ടെന്ന്. നീ ദേഷ്യപ്പെടുമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതാണ് സത്യം. അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി ഏതെങ്കിലും ഭാര്യമാര് അപ്രിയ സത്യം വിളിച്ചു പറയോടി. ഞാനത് വിളിച്ചു പറഞ്ഞത് നിങ്ങളോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ല, അയാളുടെ ശല്യം തീരാനാ. ആ ശല്യം തീർന്നാലേ നമ്മുടെ കാര്യം സ്മൂത്ത് ആകുള്ളടി. എന്തിനാ മനുഷ്യ ഈ പ്രായത്തിൽ എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? മോക്ക് മാത്രമല്ല മരുമോനും എന്നെ സംശയ. മരുമോൻ എടി, അവന്റെ ഭാര്യ, അതായത് നിന്റെ മോള് ഒരുത്തിനൊപ്പം തെണ്ടി തിരിയുന്നതേ ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. ഇപ്പൊ മോളെ പോലെയായി അമ്മയും. ഇങ്ങനെ ഒരു അമ്മ വളർത്തുന്ന മോള് വഴി തെറ്റിയില്ലെങ്കിൽ അത്ഭുതമുള്ളെന്ന് അമ്പലത്തിൽ തൊഴാൻ വരുന്ന ഒരുത്തി പറയുന്നത് ഞാൻ കേട്ടതാ. നിങ്ങൾ തന്നെ പറഞ്ഞു കിടക്കുക.
ഞാനും നിങ്ങളും തമ്മിൽ അടുപ്പമുണ്ടെന്ന്. അങ്ങനെയെങ്കിലും നീ അടുക്കട്ടെ എന്ന് കരുതിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് നിങ്ങളുടെ സ്വപ്നം മാത്ര. ഈ ജന്മം എന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. കഴിയോന്ന് ഞാനൊന്ന് നോക്കട്ടെ. 3 നേരം ഉണ്ണാനില്ലാതെ വരുമ്പോഴേ നീ എന്റെ അടുത്ത് വരുവടി. അങ്ങനെ ഒരു അവസ്ഥ വന്നാ മുന്നിലൊരു പുഴയുണ്ട്. ഇപ്പൊ നല്ല മഴയായതുകൊണ്ട് വെള്ളം കയറി കിടക്കുക. ഒന്ന് ചാടിയാ തീരാവുന്നതേ ഉള്ളൂ. ഞാനത് ചെയ്യും, നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ട്. അയ്യോ സുധേ, നീ അബദ്ധമൊന്നും കാണിക്കരുത്. കാണിക്കോടോ, അത്രയ്ക്ക് മടുത്തു. മാളു, മോളെ, മാളു, 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 മോളെ. എന്താ കൊച്ചമ്മേ, മോളെവിടെ? കാണുന്നില്ല. എല്ലായിടത്തും നോക്കി പുരുഷേട്ടാ, കാണുന്നില്ല. താഴോട്ട് എങ്ങനെ വന്നിരുന്നോ? ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം താഴേക്ക് വരാറില്ലായിരുന്നു. ശരത്തേട്ടനാണെങ്കിൽ രാവിലെ നടക്കാൻ പോയതാ. അപ്പോ കൂടെ എങ്ങാനും പോയിരുന്നോ? ഇല്ല, എന്റെ കയ്യിൽ നിന്ന് കട്ട വാങ്ങി കുടിച്ചിട്ടല്ലേ സാറ് പോയത്. പിന്നെ ഇത് എവിടെ പോയി എന്തോ? കൊച്ചമ്മ മുറിയിൽ എല്ലായിടത്തും നോക്കിയായിരുന്നോ? എല്ലായിടത്തും നോക്കി. അവളെ കാണാനില്ലെന്ന് മാത്രമല്ല, വിളിച്ചിട്ട് വിളിയും കേൾക്കുന്നില്ല. മോളെ, മാളു, മാളു. എന്താ? അങ്കിള് വിളിച്ചിരുന്നു. മാളു ഇങ്ങോട്ട് വന്നോന്ന് ചോദിച്ചു. രാവിലെ അപ്പച്ചി എന്ന് നോക്കിയപ്പോ മാളുവിനെ കാണാനില്ലെന്ന്. അയ്യോ, മുറിവ് പോലും കരിഞ്ഞിട്ടില്ല. ഈ അവസ്ഥയിൽ അവൾ എവിടേക്ക് പോവാനാ? ഒന്നും അറിയില്ല. ഇവിടെ വന്നു എന്നാണ് അവരെല്ലാം കരുതിയിരിക്കുന്നത്. ഇവിടെ വന്നില്ല എന്നറിഞ്ഞപ്പോ അങ്കിൾ ആകെ അപ്സെറ്റായി. എന്റെ അമ്മയോ? അവർക്ക് സന്തോഷമായി കാണും. എത്രയൊക്കെ ആയാലും ഇളയ മോളല്ലേ, പിന്നെ അപ്പച്ചി സന്തോഷിക്കുവോ? ഒരുത്തി കരള് ദാനമായിട്ട് കൊടുത്തില്ലേ, അത് പറഞ്ഞ് ഏത് നേരവും മാളുവിനെ വിഷമിപ്പിച്ചു കാണും. എന്നെ വെറുക്കണമെന്നും അവളെ സ്നേഹിക്കണമെന്നും മാളുവിന്റെ അടുത്ത് പറഞ്ഞു കാണും. ശല്യം സഹിക്കാൻ വയ്യാതെയായിരിക്കും അവളെ വീട് വിട്ടു പോയത്. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അങ്കിളിന്റെ സംസാരത്തില് നല്ല ഭയം ഉണ്ടായിരുന്നു. മാളു ഇനി ആത്മഹത്യക്ക് മറ്റും ശ്രമിച്ചിട്ടുണ്ടാവോ? അവൾക്ക് നല്ല വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ അമ്മ പെരുമാറി എന്നുള്ള കാര്യം ഉറപ്പാ. എന്ത് കാര്യമുണ്ടെങ്കിലും നിന്നോട് പറയുന്നതാണല്ലോ. അതെ, എന്നോട് പറയാതെ മാളു ഒന്നും ചെയ്യില്ല. ഇവിടെ പിന്നെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. എന്റെ അമ്മയെന്ന് പറയുന്നവരുണ്ടല്ലോ, അവര് മക്കളെ കൊല്ലാനായിട്ട് തന്നെ ജീവിക്കുക. ഇപ്പോ സ്വന്തം മക്കളെ തള്ളിക്കളഞ്ഞിട്ടും ഒരു അനാഥ പെണ്ണിന്റെ പിന്നാലെ പോയപ്പോ സത്യം പറഞ്ഞ എനിക്ക് പോലും മരിക്കാൻ തോന്നിയതാ. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് വഴക്കുണ്ടാക്കിയതാ. അവള് കരള് ദാനം ചെയ്യുന്നതിന്റെ പേരില്. എന്നിട്ടും മാളുവിനൊന്ന് കാണാൻ പോലും സമ്മതിച്ചില്ല. അവസാനം സത്യം അറിഞ്ഞ മാളുവിന് അത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. നേരത്തെ അവളത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മരിച്ചാലും ശരി, അങ്ങനെ ഒരു സഹായം വേണ്ടെന്ന് പറഞ്ഞേനെ. ചിലപ്പോ കുറച്ചു കഴിഞ്ഞ് വന്നേക്കും. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് പോവും. അവിടെ ചെല്ലുമ്പോഴും വന്നിട്ടില്ലെങ്കിൽ അവരെ പൊരിക്കണം എനിക്ക്. എന്റെ അമ്മ എന്ന നന്ദി കെട്ട സ്ത്രീയെ. ഇതാരാ? എന്താ, ആരാന്നറിയില്ലേ? ഇത് ആനന്ദേട്ടന്റെ ഫ്രണ്ടാ. അതെ, ഇതുവഴി പോയപ്പോ സംഭവങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് കയറിയതാ. വീട്ടിനകത്ത് മാളിനെ ഒളിപ്പിച്ചിട്ട് നിങ്ങളൊക്കെ എന്തിനാ ഓരോരോ കഥകൾ ഉണ്ടാക്കുന്നത്? ഞങ്ങൾ ആരെയും ഇവിടെ ഒളിപ്പിച്ചിട്ടില്ല. മോള് പോയിട്ട് ഇത്രയും സമയമായി, ഇനിയും വന്നിട്ടില്ലെങ്കിൽ എന്തോ ആപത്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഉറപ്പാ. അങ്ങനെ സംഭവിച്ചെങ്കിൽ അവളുടെ മനസ്സിനെ ഏത് നേരം ചൂടുപിടിപ്പിക്കുന്ന ഏട്ടത്തി തന്നെയാ അതിനൊക്കെ കാരണക്കാരി. ഇനിയിപ്പോ എല്ലാം എന്റെ തലയിലേക്ക് കെട്ടിവെക്കടാ. ഞാൻ നേരത്തെ വീട്ടിലേക്ക് വന്നപ്പോ നീ എന്നെ തല്ലില്ലെന്നേ ഉള്ളൂ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും, ഞാൻ പോയിട്ട് വരാം. വേണ്ട, ഞാൻ പോയിക്കോളാം.
നമ്മളെ കുടുംബത്തിൽ നിന്ന് ഒരാളെ കാണാതാവുമ്പോ പരസ്പരം പഴിചാരി സ്വന്തം കാര്യം ന്യായീകരിക്കാതെ പോയി അന്വേഷിക്കുക വേണ്ടത്. നിന്റെ ഭാര്യ എല്ലാത്തിനും കാരണം. എന്നിട്ട് എല്ലാം എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക. കാരണം എന്താണെന്നൊക്കെ മാളു തിരിച്ചു വന്നാലേ പറയാൻ പറ്റൂ. കാർത്തൂന്റെ ഭർത്താവാ. മനസ്സിലായി. മാളു ഇവിടെ ഉണ്ടോന്ന് തിരക്കി വന്നതാ. ഇവിടെ ഇല്ലെങ്കിൽ ഇനി വരില്ലെന്ന് ഉറപ്പിക്കാലോ. അപ്പൊ അവളുടെ സ്വത്തും കൂടെ അവനും അവന്റെ ഭാര്യയ്ക്കും കിട്ടും. ഇതുപോലെ സ്വത്ത് മോഹിക്കുന്ന രണ്ടെണ്ണത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് മോളൊരു അമ്മയാവാൻ പോകുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞിനെ പറ്റി മാത്രമാണ് എന്റെ ചിന്ത. മോൾ ഇങ്ങനെ പ്രഷർ കൂട്ടുന്നത് ശരിയല്ല. ഇനി ആരോടും വഴക്കിടണ്ട. അമ്മ വന്ന അമ്മയോട് തട്ടിക്കറാനും നിൽക്കണ്ട. മനസ്സിലായോ? ആ മഞ്ജുവിനെ ശരിക്കും ശ്രദ്ധിക്കണം അനന്തു. അതാണ് ഇപ്പോഴത്തെ സ്റ്റേജ്. ശരി ഡോക്ടർ. ഭാഗ്യത്തിന് നാവില് നല്ലൊരു കള്ളം വന്നതുകൊണ്ട് ഡോക്ടർ അവൻ തിരിച്ചറിഞ്ഞില്ല. അതൊക്കെ കുറച്ചു കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. ഒരുപാട് കാലമൊന്നും ഇത് മൂടി വെക്കാൻ പറ്റില്ല. നമ്മുടെ വിഷയം അതല്ല. മാളു എവിടെ പോയിന്നാ? എത്ര പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ല അല്ലേ? വീണ്ടും വീണ്ടും ഇവിടേക്ക് തന്നെ വരും അല്ലേ? എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? തന്നെ കണ്ടതിന് ശേഷമാ ഏട്ടത്തിക്കും ഏട്ടനും ഒരാശ്വാസം ലഭിച്ചത്. അതിനുശേഷമാണ് ഏട്ടത്തെ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നതും. അതുകൊണ്ട് നിങ്ങൾ ആരാണെന്നും ഇപ്പൊ ഏട്ടത്തി കാണുന്ന ഡോക്ടർ ആരാണെന്നും ഇതുവരെ ഞങ്ങളോട് ഏട്ടനോ ഏട്ടത്തിയോ പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ പറഞ്ഞ എന്റെ ഭാര്യയെ കൊണ്ട് നിങ്ങളെ കാണിക്കുമെന്നാ അവരുടെ ഭയം. അവര് മാത്രം അമ്മയായ മതിയെന്ന് ചിന്തിക്കുന്നോണ്ടാ അങ്ങനെയൊക്കെ. അതിനിടയിൽ ഇങ്ങനെ ഒരു സംസാരം നടക്കുന്നത് അവർക്കറിയില്ല. മഞ്ജു മോളുടെ അനിയത്തെ കാണാനില്ലെന്നറിഞ്ഞു. മാളുവിനെ പറ്റി തിരക്കാനാ ഞാൻ വന്നത്. എന്നിട്ട് തിരക്കിയോ? മാളുവിനെ കണ്ടോ? അവളിവിടെ ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റൂ. ഇവിടെ തന്നെ കാണും മാളു. ഒരു ഡോക്ടറായ താൻ ഇപ്പോഴും മുറിവ് കരിയാത്ത മാളുവിനെ കാണാൻ വന്നതാ. ദേ, അവളെ കൊല്ലാനുള്ള മരുന്നൊന്നും എഴുതി കൊടുത്തേക്കരുതേ. എന്നെ കാണാൻ വരുന്നവരെ ഞാൻ കൊല്ലാറില്ല. മഞ്ജു മോളും ഞാനായിട്ട് അടുത്തത് നിങ്ങൾ പറഞ്ഞ പോലെ എന്നെ കാണാൻ വന്നപ്പോ റിസൾട്ട് ഉള്ളത് കൊണ്ടാ. അതിനുശേഷമാണ് മഞ്ജുവിന്റെ മോളാണെന്ന് പോലും ഞാൻ തിരിച്ചറിഞ്ഞത്. എന്നെ കാണാൻ വരുന്നവർക്കൊക്കെ പരമാവധി ആശ്വാസം കൊടുത്തിട്ടേ ഉള്ളൂ ഇതുവരെ. എന്റെ ഏട്ടത്തിക്കൊപ്പം അവളുടെ അനിയത്തെയും സ്വന്തം വരുതിയിൽ നിർത്താനാ, അവളുടെ അമ്മയുടെ കുടുംബം തകർക്കാനാ താനിപ്പോ നോക്കുന്നത്. ഇതുപോലെയൊക്കെ നിങ്ങൾ എപ്പോഴും സംസാരിക്കുന്നുണ്ടല്ലോ വരുൺ. അതുകൊണ്ട് എനിക്കെന്താ നേട്ടം? സ്നേഹിച്ച പെൺകുട്ടിയെ നിഷ്കരണം തള്ളിക്കളഞ്ഞപ്പോ തനിക്ക് എന്ത് നേട്ടം ഉണ്ടായേ? പിന്നെ എന്തിനായിരുന്നു താൻ? എന്താ നിങ്ങൾക്കൊരു പതർച്ച? അയ്യോ, ഒന്നുമില്ല സാറേ. ഇനി അവരുടെ മെക്കിട്ട് കയറ്. മാളിവിടെ വന്നായിരുന്നു അല്ലേ? മാളുവോ? മാളു അകത്തുണ്ടെങ്കിലേ അത് അബദ്ധത്തിൽ ചേച്ചിയുടെ വായിന്ന് വീഴുമെന്ന് കരുതിയാ ഇവൻ പോലീസ് ബുദ്ധി പ്രയോഗിച്ചത്. ഇവിടെ എങ്ങും ആ മോള് വന്നിട്ടില്ല സാറേ. അവനും അവന്റെ ഭാര്യയും എന്റെ അമ്മയും കൂടി മാളുവിനെ എന്തോ ചെയ്തിട്ട് നമ്മുടെ തലയിൽ കുറ്റം കെട്ടിവെക്കാനായിട്ട് വന്നിരിക്കുക. അനിയത്തെ കാണാനില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറ മോളെ. അതെ, ഇനി അതാ വേണ്ടത്. ആരും പോലീസിനോട് ഈ വിവരം പറയുന്നില്ലെങ്കിൽ നമ്മൾ ഇതവരെ അറിയിക്കണം. ഏതായാലും ഞാൻ ഒന്നുകൂടെ പോകുന്നുണ്ട് അങ്ങോട്ട്.
എന്റെ അമ്മയെ വലിച്ചു കീറാനുള്ള ദേഷ്യമുണ്ട് എനിക്കിപ്പോ. ആരോടും പറയാതെ എന്തിനാ പോയത്? എല്ലാവരും വിഷമിച്ചിരിക്കുക. അമ്മയോടും അച്ഛനോടൊക്കെ പറഞ്ഞ എന്നെ വിടില്ല. എന്നാ കാർത്തു ചേച്ചി എനിക്ക് കാണണമായിരുന്നു. അതുപോലെ തന്നെ കാർത്തു ചേച്ചിയോട് ചെയ്ത തെറ്റിനൊക്കെ നാഗദൈവങ്ങളോട് മാപ്പ് പറയണമായിരുന്നു. മോളൊന്നും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നല്ലോ. ഒന്നും ആലോചിച്ചില്ല. അതിരാവിലെ തന്നെ ഞാൻ പുറപ്പെട്ടു. എന്നാലും വലിയ സാഹസമാ കാണിച്ചത്. അതിലും വലിയ സാഹസങ്ങളൊക്കെ ഞാൻ കാണിച്ചു അമ്മായി. മഞ്ജു ചേച്ചി ആദ്യം കാർത്തു ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചു. ഇപ്പൊ ഞാനും. എല്ലാവരും സംശയിക്കുന്നത് ശരി തന്നെ. മത്താപ്പൂവിലെ വെടിമരുന്ന് നിറച്ച് കാർത്തു ചേച്ചിയെ കൊല്ലാൻ തന്നെ ഞാൻ ശ്രമിച്ചത്. അതിനുള്ള ഫലമാ എനിക്ക് കിട്ടിയത്. ഇപ്പോഴെങ്കിലും തെറ്റ് സമ്മതിച്ചല്ലോ. അകത്ത് വന്ന് സംസാരിക്കാം മോളെ, വാ. നാഗക്ഷേത്രത്തിൽ പോയിട്ട് മാളെ ഇങ്ങോട്ടാ വന്നത്. നീ എന്താ ആരോടൊന്നും പറയാതെ ഇങ്ങോട്ട് വന്നത്? എനിക്ക് കാർത്തു വെച്ച് കാണണമെന്ന് തോന്നി. ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ ആരും സമ്മതിക്കില്ല. അതുകൊണ്ടാ ആരോടും ഒന്നും പറയാണ്ട് പോന്നത്. ഇവിടെ എത്തിയ ശേഷം എല്ലാവരോടും വിവരം പറഞ്ഞോ? ആരെയും മാള് വിളിച്ചില്ല. അവരൊക്കെ തീ തിന്ന് കഴിയ. ഏട്ടത്തി എടുത്ത് നീ കാണുന്നായിരുന്നു എല്ലാവരുടെയും വിചാരം. ഞാൻ അവിടെ ചെന്ന് അകത്തേക്ക് നോക്കി. ഏട്ടത്തിയോട് വഴക്കിടുകയും ചെയ്തു. എന്തിനാ മറ്റുള്ളവരെ ഇങ്ങനെ ടെൻഷനാക്കുന്നത്? സോറി അരുണേട്ടാ. ഞാൻ നാഗക്ഷേത്രത്തിൽ പോയി തെറ്റുകൾ ഏറ്റു പറഞ്ഞായിരുന്നു. എനിക്ക് കാർത്തു വെച്ച് കാണണമായിരുന്നു. ആഗ്രഹം കൂടിയപ്പോ പിന്നൊന്നും ചിന്തിക്കാനുള്ള സമയം ഉണ്ടായില്ല. അത് രാവിലെ തന്നെ അവിടുന്ന് പുറപ്പെട്ടു. ചേച്ചിയുടെ കാലില് വിഷം കുത്തിവെച്ചത് മഞ്ജു ചേച്ചിയാ. അത് എന്റെ അറിവോടെയായിരുന്നു. അതുകൊണ്ടാ നാഗന്മാരുടെ മുന്നിൽ പോയി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചത്. ഇത്രയൊക്കെ സങ്കടമുള്ള നീ പിന്നെ എന്തുകൊണ്ട് ഐസിയുവിൽ കാർത്തു വന്നപ്പോ ഇയാളോട് ദേഷ്യപ്പെട്ടത്? അങ്ങനെ സംഭവിച്ചു പോയി. അതിനിപ്പോ ഞാൻ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. നിനക്ക് വലിയൊരു സഹായം ചെയ്തു എന്ന് അറിഞ്ഞപ്പോ തോന്നാത്ത സിമ്പതി ഇപ്പൊ എന്താ ഇയാളോട് തോന്നാൻ കാരണമെന്നാ ഞാൻ ചോദിച്ചത്. അങ്ങനെ തോന്നി, അത്രേ ഉള്ളൂ. ചേച്ചിയും അനിയത്തിയും കൂടിയുള്ള നാടകമാണെങ്കിലോ കാർത്തുവിനാരും വെറുക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് മാളുവിനെ. അത് നമ്മൾ ഓർക്കണം. അച്ഛൻ പറഞ്ഞത് ശരിയാ. അല്ലെങ്കിൽ ഈ അവസ്ഥയില് അവള് ഇത്രയും ദൂരം യാത്ര ചെയ്ത് പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് മോള് പോയി അവളെ കൂട്ടിക്കൊണ്ടുവരണം. ഒരു കാരണവശാലും മാളുവിനെ ഇനി കാർത്തുവിന്റെ അരികിൽ നിർത്തരുത്. അതുപോലെ തന്നെ കാർത്തുവിന് ശക്തമായ ഉപദേശവും കൊടുക്കണം. ഒരാഘോഷത്തിലും ഇനി അവർ ഒന്നിക്കരുതെന്ന്. ജീവൻ പകുത്തു കൊടുക്കുന്നവരെ വെറുക്കുന്ന, കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന കൊച്ചുമക്കളായി എനിക്കുള്ളത്. ആ ബോധം നമുക്കുണ്ടായേ പറ്റൂ. ഞാനിപ്പൊ തന്നെ പോവാച്ചാ. ആ മോളെ, നീ അവിടെ എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് ഭയമുണ്ട്. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല ചാ. അവിടെ അരുണ ഏട്ടത്തേക്ക് ഉള്ളതല്ലേ. കണ്ണനെ ഞാൻ വിളിച്ചോളാം. അയാൾ പറഞ്ഞാലേ കാർത്തു എന്തെങ്കിലും കേൾക്കൂ. അല്ലെങ്കിലും എല്ലാവരെയും വിശ്വസിക്കുന്ന സ്വഭാവ. അതാ നമ്മൾ പേടിക്കേണ്ടത്. ഇത്രയും സമയം മാളുവിനെ കാണാത്ത വിഷമായിരുന്നു. ഇപ്പൊ കണ്ടപ്പോ അതൊരു ഭയമായി മാറിയല്ലോ അച്ഛാ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ കാർത്തുവിനൊന്നും സംഭവിക്കരുത്. അങ്ങനെ വന്ന അതുമൂലം ഉണ്ടാവുന്ന വേദനയും നഷ്ടമൊക്കെ അത് ഈ ജന്മം നികത്താൻ പറ്റില്ല. ഓർമ്മ വേണം. ഞാൻ ഇപ്പൊ തന്നെ റെഡിയായിട്ട് പോയിട്ട് വരാം. ഇപ്പൊ നീ പറഞ്ഞതുപോലെ ആശങ്ക എനിക്കുണ്ട് മോനെ. മുറിവ് പോലും കരിഞ്ഞിട്ടില്ല.
അതിനു മുന്നെയാണ് ആരോടും ഒന്നും പറയാതെ അവൾ ഓടിപ്പോന്നത്. എന്നാ കാർത്തുനോട് പറഞ്ഞ അവളും കേൾക്കില്ല. മാളു വന്ന സന്തോഷത്തിലാ കാർത്തു. അപ്പച്ചി വന്നു. മാളൂടെ അകത്തുണ്ട് കാർത്തൂനൊപ്പം. ഞങ്ങൾ ആകെ സംശയത്തില ദേവേ. പെട്ടെന്ന് ഇങ്ങനെ കാർത്തുവിനെ മാളു സ്നേഹിക്കാൻ ഒരു കാരണവുമില്ല. ഏട്ടത്തി പറഞ്ഞത് ശരിയാ. ഞാനും അച്ഛനും ഒക്കെ ആ സംശയത്തിൽ തന്നെ. നാഗക്ഷേത്രത്തിൽ തൊഴുതിട്ടാ മാളു വന്നത്. നന്നായി പ്രാർത്ഥിച്ചെന്നും പറഞ്ഞു, മണിക്കൂറുകളോളം. അതുകൊണ്ടാ വൈകിയത്. പിന്നിൽ നിന്ന് കളിക്കുന്നത് എന്റെ മൂത്ത മോളാണോന്ന് പറയാൻ പറ്റില്ല മോനെ. അങ്ങനെ വരാനേ വഴിയുള്ളൂ. അല്ലെങ്കിൽ ഇത്ര പ്രയാസപ്പെട്ട് ആരോടും പറയാതെ മാളു ഇവിടെ എത്തില്ല. എല്ലാവരും വിശ്വസിക്കുന്ന കൂട്ടത്തിലാ കാർത്തു. പക്ഷേ നമ്മളതത്ര കാര്യമായിട്ട് എടുക്കണ്ട. എന്റെ മക്കളെ എനിക്ക് പേടിയാ ഇപ്പോ. കരള് ദാനം ചെയ്തതിന്റെ സ്നേഹമാണെങ്കിൽ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അത് പ്രകടിപ്പിക്കണമായിരുന്നു. അതുണ്ടായില്ല. ഇപ്പോഴത്തെ അവസ്ഥയില് മാളുവിനെ ഒന്നും പറയാൻ പറ്റില്ല. കാർത്തുവിന്റെ കരള് സ്വീകരിച്ചതുപോലും അപമാനമായി കരുതുന്ന അവള് ഇനി എന്തും ചെയ്യാൻ മടിക്കില്ല. എടാ, അവൾക്കോ അവളുടെ ചേച്ചിക്ക് ഒരിക്കലും കാർത്തൂനെ സ്നേഹിക്കാൻ പറ്റില്ല. ഒരു തരത്തിലും ആ കൊച്ചു പോകുന്നില്ലെന്ന് മാത്രമല്ല, ആരും ചെയ്യാത്ത സഹായമാ ചെയ്തു കൊടുത്തേ. എന്നിട്ട് അതിനൊന്നും ഒരു വിലയും നൽകാതെ എന്തോ കയ്യിൽ ഒളിപ്പിച്ചോണ്ട് വന്നിരിക്കുക കാർത്തൂന്റെ കഥ കഴിക്കാൻ. അമ്മ പറയുന്നതിലും കാര്യമുണ്ട് കണ്ണേട്ടാ. ഐസിയുവിൽ കയറി കണ്ടപ്പോഴും കാർത്തൂനോട് വളരെ മോശമായിട്ടാ മാളു സംസാരിച്ചത്. അങ്ങനെയുള്ളവള് പെട്ടെന്ന് സ്നേഹം കാണിച്ചു വന്നെങ്കിൽ അത് സൂക്ഷിച്ചേ പറ്റൂ. നിങ്ങളുടെ അതേ സംശയം എനിക്കുണ്ട്. ആ, എന്നാ സംശയമായിട്ട് ഇവിടെ ഇരിക്കാതെ ആ കൊച്ചിനെ അവിടുന്ന് പറഞ്ഞു വിടാൻ അരുണിനോട് പോയി പറ. കണ്ണേട്ടന് ഇവിടെ കുറച്ച് ഗൗരവത്തിൽ സംസാരിച്ചേ പറ്റൂ. മാളു അവിടെ വന്ന് നിൽക്കുമ്പോ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് മനസ്സമാധാനം കിട്ടില്ല. അവിടെ ആരുണ്ട്? അപ്പച്ചിയൊക്കെ വന്നിട്ടുണ്ടേ. അതുകൊണ്ട് മാളൂനെ ഉടനെ അവരെ കൂട്ടിക്കൊണ്ടുപോയിക്കോളും. എങ്കിലും നമ്മുടെ ആശങ്ക അവരെ അറിയിക്കണം കണ്ണേട്ടാ. നിനക്ക് നിന്റെ മോളെക്കാളും ജീവനാണ് കാർത്തു. അതെല്ലാവർക്കും അറിയാം. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തല്ലാനും കൊല്ലാനും നടന്നിട്ട് കാര്യമൊന്നുമില്ല. ചേച്ചി അനിയത്തെ പറഞ്ഞു വിട്ടിരിക്കുക അടുത്ത അടവുമായിട്ട്. കാർത്തൂന് ദൈവാധീനം കൂടുതലുള്ള കൂട്ടത്തിലായതുകൊണ്ട് അവളുമാര് ചെയ്യുന്നതൊക്കെ അവളുമാർക്ക് തന്നെ തിരിച്ചു പറ്റത്തേ ഉള്ളൂ. എന്നാലും പാമ്പ് വിഷം കൊടുത്തതൊക്കെ ഓർമ്മ വേണം. അന്നേ തലനാരിഴയ്ക്ക മരണം അകന്നു പോയത്. ഈ അവസ്ഥയിലും ഇത്ര കഷ്ടപ്പെട്ട് മാളൂടെ എത്തിയതാ എല്ലാരും പേടിക്കാൻ കാരണം. അങ്ങനൊരു ഭയം ഞങ്ങൾക്കുണ്ട് കണ്ണേട്ടാ. അവള് പക്ഷെ കാർത്തൂനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് അഭിനയമായിരിക്കില്ല അരുൺ. നമ്മളിത് എത്ര കണ്ടതാ, അനുഭവിച്ചതാ. ഇപ്പോഴും വലിയൊരു ദുരന്തത്തിൽ നിന്ന് കരകയറിയിട്ടില്ല. കണ്ണു വന്നായിരുന്നോ? കണ്ണേട്ടനാകെ അപ്സെറ്റാ. അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ അരുൺ അപ്പച്ചയ്ക്ക്? വലിയൊരു സഹായം ചെയ്തിട്ട് പോലും ഒരു നന്ദി വാക്ക് പോലും പറയാത്ത കൂട്ടത്തിലാ മാളു. സഹായം സ്വീകരിച്ചതേ അപമാനമാണെന്ന് കരുതുന്ന കൂട്ടത്തിലാ. കണ്ണനോടൊപ്പം തന്നെ ഞങ്ങളും. ചേച്ചിയുടെ ഉപദേശം സ്വീകരിച്ച് അനീതി വന്നെന്ന ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നേ. അല്ല അല്ലാന്ന് മോൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അത് സത്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. 2 ദിവസമായിട്ട് മാളു ആരോടും മിണ്ടുന്നു പോലും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെയായിരുന്നു അവളുടെ മട്ടും ഭാവമൊക്കെ. മാളുവിനെ സഹായിച്ചപ്പോ കാർത്തൂനെ പോലെ തന്നെ സന്തോഷിച്ച കൂട്ടത്തിലാ ഞാൻ. അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞവനാ. എന്നാൽ ഇവിടെ അതിന് കഴിയുന്നില്ല. കാർത്തൂന്റെ സ്വഭാവത്തെ പരമാവധി മുതലെടുത്തു മഞ്ജു മാളും കൂടെ. സ്നേഹിച്ചു കഴിഞ്ഞാലേ അവര് വിളിക്കുന്ന എവിടെയും പോവും. അവർക്ക് വേണ്ടി എന്ത് ചെയ്യും? അതൊരു പക്ഷേ എന്റെ കുഞ്ഞിന്റെ മരണത്തിലേക്കുള്ള പോക്കായിരിക്കും. മരുന്ന് കഴിച്ചായിരുന്നോ? ഇല്ല, അതൊന്നും എടുക്കാതെയല്ലേ പോന്നത്. വലിയ അബദ്ധമാ മോള് കാണിച്ചത്. കണ്ണേട്ടൻ വന്നോ? വലിയൊരു സാഹസ മോള് കാണിച്ചത്. എല്ലാവരും കുറ്റപ്പെടുത്തി. ഇനി കണ്ണേട്ടം കൂടെ വേണ്ട.
എന്നാലും പറയേണ്ടത് പറയണ്ടേ മോളെ. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേ നമ്മളെ സ്നേഹിക്കുന്നവരുടെ മുഖം കൂടി ഓർക്കണം. മോളെ കാണാതാവുമ്പോ മോളുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും അനുഭവിക്കുന്ന വേദനയും ഭയവും ഉണ്ടല്ലോ, അത് തിരിച്ചറിയാനുള്ള ബോധം മോക്ക് വേണം. മറ്റുള്ളവരുടെ വേദന ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലേ അതിനൊക്കെ പറ്റൂ. കണ്ണേട്ടനൊന്ന് നിർത്ത്. എന്നെ കാണാനുള്ള കൊതി കൊണ്ടാ മാളു ഓടി വന്നത്. അതൊരിക്കലും കാർത്തേച്ചിയുടെ കണ്ണേട്ടൻ വിശ്വസിക്കില്ല. വിശ്വസിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ ഒന്നും ഉണ്ടായില്ലല്ലോ. മോളൊന്ന് വന്നേ. എന്തിനാ കണ്ണേട്ടാ? ഒന്ന് വാ. ചെല്ലു കാർത്തേച്ചി. വാ മോളെ. പോയിട്ട് വരാം മോളെ. എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന കരള് കാർത്തേച്ചി എനിക്ക് തന്നതാ. അതിന്റെ കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ എന്തുകൊണ്ടാ മോളെ കാണാൻ കാർത്തു ഐസിയുവിൽ വന്നപ്പോ മോളതൊക്കെ മറന്നുപോയത്? അന്ന് എന്റെ മനസ്സില് മഞ്ജു ചേച്ചിയുടെ ഉപദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇവിടെ വന്നപ്പോഴാ മുത്തശ്ശനും അമ്മയും അച്ഛനും ഒക്കെ മാറിയും തിരിഞ്ഞും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയത്. എന്തിന് പുരുഷമാമൻ പോലും എന്നെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. പിന്നെ ഞാൻ മാറിയില്ലെങ്കിൽ ദൈവങ്ങൾ എന്റെ ഒപ്പം നിൽക്കില്ലെന്ന് അറിയോ മുത്തശ്ശ? എങ്കിലും നിങ്ങൾ ഒന്നിച്ചിരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഭയാ മോളെ. അതുകൊണ്ട് നീ ഇനി അങ്ങോട്ടൊന്നും പോവണ്ട. നിന്നെ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വിശ്വസിക്കുന്നത് വരെ കണ്ണിനും അരുണ്ണും ഒക്കെ നല്ല ടെൻഷനുണ്ട് മോളുടെ ഈ മാറ്റത്തിൽ. അത് മോള് മനസ്സിലാക്കണം. ഇനി ഇങ്ങനെയൊന്നും സാഹസം കാണിക്കല്ലേ. ഇതുപോലെ എല്ലാവരെയും വിഷമിപ്പിക്കല്ലേ. എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ പറഞ്ഞിട്ട് വേണം പോവാൻ, കേട്ടോ? ആ മോളെ, ശരത്ത് ഇടയ്ക്ക് വന്നിട്ട് ഹോസ്പിറ്റൽ വരെ പോയായിരുന്നു. അയാൾക്കൊരു തലയിട്ടില്. അയ്യോ, എന്നിട്ട്? ഇപ്പോഴെന്നെ വിളിച്ചിരുന്നു. BP 200 കടന്നെന്നാ പറഞ്ഞേ. 2 മണിക്കൂറോടെ കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. എന്നാ ഞാൻ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയിട്ട് വരാം. വേണ്ട, ഞാൻ അങ്ങോട്ടാ പോകുന്നത്. നീ മോളുടെ അരിയിലിരിക്കെ. എന്നാ ഞാൻ പോയിട്ട് വരാം. ആ, അവള് മരിക്കണമെന്നായിരിക്കും നിനക്ക്. പിന്നെ സ്വത്തെല്ലാം നിന്റെ പേരിലാവൂല്ലോ. എങ്ങനെ എന്റെ പേരിലാവുന്നേ? പിന്നെ എന്നെയും കൊന്നിട്ട് നിങ്ങൾ അമ്മയും അച്ഛനും ഇല്ലാത്ത ഒരുത്തിക്ക് കൊടുക്കില്ലേ? എന്തിനിപ്പോഴെന്നെ വിളിച്ചത്? വിളിച്ചത് എന്തിനാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? മാളുവിനെ കാണാനില്ല. എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ വീടിനകത്ത് കയറിയിരിക്കുക. അവളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, ഒരു വിവരവും കിട്ടിയില്ല. ഞാനും അനന്തേട്ടനും കൂടി ഇത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. ഞങ്ങൾ പോലീസിൽ പരാതിയൊക്കെ കൊടുത്തു. ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ കായൽ തീരത്തോ നോക്കാൻ ഞാൻ പറഞ്ഞല്ലോ. അജ്ഞാത ജഡത്തെ പറ്റി എന്തെങ്കിലും വിവരം വന്നാ മോർച്ചറി പോയി നോക്ക്. ചിലപ്പോ അവിടെ മോളുമായിട്ട് സാമ്യമുള്ളവർ കാണും. നീ വച്ചിട്ട് പോവാൻ നോക്ക്. നിന്നോട് എനിക്കൊന്നും പറയാനില്ല. എന്നോടതല്ല, എല്ലാവരോടും നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഇപ്പൊ പ്രതികരിക്കാതെ നിൽക്കുന്ന എന്റെ അച്ഛനോട് പോലും. ഞാനങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ മാളുവിനെ ഓടിച്ചിട്ട് അങ്ങനെ നിങ്ങൾ മനസമാധാനത്തോടെ കഴിയാന്ന് കരുതണ്ട. അവർക്ക് മാള് പോയതിന്റെ ഒരു വിഷമവും ഇല്ലായിരുന്നു കേട്ടാ. മാള് ഇതുവരെ വന്നില്ല അല്ലേ? ഇല്ലാന്നേ. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഏതായാലും ഒരു പരാതി കൊടുക്കണം. ഇന്നൂടെ മാളു വന്നില്ലെങ്കിൽ. ഇത്രയും നേരമായിട്ട് കാണാത്ത സ്ഥിതിക്ക് മാളുവിന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് മഞ്ജു. അത് ഉറപ്പല്ലേ? മക്കളെ കൊല്ലുന്ന അമ്മ മരിക്കണേന്ന ഇപ്പൊ എന്റെ പ്രാർത്ഥന. അവരെ പോലൊരമ്മയെ ഈ ലോകത്ത് ആർക്കും കിട്ടരുത്. ഇവിടുത്തെ കൃഷി ഓഫീസർ അവളുടെ ഭർത്താവല്ലേ? എന്റെ പൊന്നുമോനെ, ഇനിയിപ്പം വാശിയും വൈരാഗ്യം മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് വല്ല കാര്യം ഉണ്ടോടാ?
കാർത്തു ഇപ്പൊ ഭയങ്കര സ്ഥിതിയിലാ. പവിത്രയും കണ്ണനും അതുപോലെ തന്നെ നല്ല സ്ഥിതിയിലായി ഇപ്പൊ ജീവിക്കുന്നത്. സത്യം പറഞ്ഞ ഈ കൃഷി ഓഫീസർ അരുണിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കാശ് പവിത്രയും കണ്ണനും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. പശുക്കളുണ്ട്, തട്ടുകടയിൽ നല്ല തിരക്കാ, അതിന്റെ കൂടെ ഏക്കർ കണക്കിന് കൃഷിഭൂമിയും. ഏതായാലും ഞാൻ അങ്ങോട്ടില്ല. എടാ, നീ വെറുതെ പുറത്ത് നിന്നാ മതി. ഞാൻ അകത്ത് പോയി അരുണിനെ കണ്ട് വിത്തുകളൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. എന്നോടിപ്പോ വലിയ ദേഷ്യമൊന്നും ഇല്ല പുള്ളിക്കാരന്. എടാ പിന്നെ അരുൺ സദാസമയം ഓഫീസിൽ ഇരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് അകത്തോട്ട് കയറി വരികയും ചെയ്യാവല്ലോ. എനിക്ക് ഈ വിത്തൊന്നും കണ്ട നല്ലതാണോ മോശമാണെന്നൊന്നും അറിയില്ല. അതാ നിന്റെ കുഴപ്പം. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവില്ല. എന്തായാലും ഇന്ന് മോൻ ചിലതൊക്കെ അറിയാൻ പോകുക. അല്ല എടാ മോനെ, വിത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് കൃഷി ഓഫീസിലേക്ക് നല്ല ദൂരമില്ലേ? ഓ, എന്തോന്ന് ദൂരം. ഒരു 2-2.5 കിലോമീറ്റർ. സൈക്കിൾ എടുത്ത് ആഞ്ഞൊന്ന് ചവിട്ടിയാ പെട്ടെന്ന് എത്താം. അപ്പൊ മാമൻ എങ്ങനെ വരും? അയ്യോ ഉണ്ണിക്കുട്ടാ, ഞാൻ നിന്റെ പുറകെ ഇരുന്ന് വരും. മാമനെ വെച്ചോണ്ട് ഞാൻ ചവിട്ടാനോ? എടാ, ഒരാളെ ലോഡ് വെച്ചോണ്ട് ചവിട്ടാൻ കഴിയില്ലെങ്കിൽ കൃഷി വിജയിക്കത്തില്ല മോനെ. കുറച്ച് വിത്ത് വാങ്ങി പറമ്പിൽ നടന്നോന്ന് ഞാനും ചിന്തിച്ചതാ. അത് കൃഷി ഓഫീസിൽ നിന്നാകുമ്പോ പിന്നെ പേടിക്കാൻ ഒന്നുമില്ല. നല്ല ഗുണനിലവാരമുള്ള വിത്തായിരിക്കും. ആ അരുണ് കണ്ട നാണക്കേടാ. എടാ, കാണത്തില്ല. നീ അവിടെ എവിടെയെങ്കിലും മാറി നിന്നാ മതി. നീ ഇങ്ങനെ ഉണ്ണി ഇവിടുന്നൊന്നും മാറുമ്പോ എന്നെ ഇങ്ങനെ വിളിച്ചു വരുന്നത് ശരിയല്ല വിജിതേ. ശരിയല്ല എന്ന് പറഞ്ഞ എനിക്ക് ദീപേട്ടനെ കാണാൻ വേറെ മാർഗമില്ല. പുറത്തു വെച്ച് നീ കാണുന്നില്ലേ? എവിടെ കാണുന്നു? ഞാനൊരു 10 വട്ടം വിളിക്കുമ്പോ ഒരു തവണ കാണാന്ന് പറയും. ഇടി ജോലി തിരക്ക, ഏത് നേരവും തട്ടുകടയില്ല, ബാക്കി സമയം പറമ്പിലും. അന്യർക്ക് വേണ്ടി ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ പ്രയോജനം? ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചോര നീരാക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വെറുതെ അല്ല ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. ദേ, വേണ്ടാന്ന് പറഞ്ഞിട്ടും ചെയ്യുന്ന ജോലിക്ക് കൂലി തരുന്നുണ്ട്. അതുപോലെ തന്നെ വിളവെടുപ്പ് കഴിഞ്ഞാ നല്ലൊരു തുക കണ്ണേട്ടൻ തരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പിന്നെ എനിക്കത് ആവശ്യമില്ല. എന്നാലും കണ്ണേട്ടനത് സമ്മതിക്കില്ല. ഞാൻ വേണ്ടാന്ന് തറപ്പിച്ചെങ്ങാനും പറഞ്ഞാലേ കണ്ണേട്ടൻ അതോടെ കൃഷിപ്പണിയങ്ങ് നിർത്തും. ഞാൻ ദാനം തന്ന പറമ്പിലെ ആരൊക്കെ കയറരുതെന്ന് ആഗ്രഹിച്ചോ അവരൊക്കെ ഇപ്പൊ പണിയെടുക്കുന്നത്. നിനക്ക് വേണ്ടിട്ട് ഒരു സമയത്ത് എന്റെ കുടുംബത്തെ മുഴുവൻ ഞാൻ വിട്ടുകളഞ്ഞതാ. ഇന്നും ആ അകൽച്ച അതുപോലെ തന്നെ നിലനിൽക്കുക. അതിനുശേഷം എനിക്ക് കിട്ടിയ ബന്ധുക്കളാണ് എന്റെ കണ്ണേട്ടനും പപ്പേട്ടനും അരുൺ സാറും ഒക്കെ. എല്ലാം തുറന്നു പറഞ്ഞിട്ട് ഉണ്ണേട്ടനുമായിട്ടുള്ള ബന്ധം പിരിയട്ടെ. അതിനുശേഷം ദീപേട്ടൻ എന്ന് ഇവിടെ വന്ന് താമസിക്കണമെന്ന് ഞാൻ പറയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വന്നാ മതി. അപ്പൊ ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. നീ എന്ന് ഉണ്ണിയെ ഉപേക്ഷിക്കുന്നു, പിന്നെ നീ എന്നെ കാണാനേ പോകുന്നില്ല. ഓ, നിർത്ത് ബ്രേക്കുമില്ലേ? ദീപേട്ടാ, ദേ ഉണ്ണിയേട്ടൻ. ബുള്ളറ്റ് ആരുടെയാണെന്ന് മോൻ ഉടനെ അറിയും. പെട്ടെന്ന് സ്റ്റാൻഡിൽ വെച്ചിട്ട് വേഗം വാ. എടാ, വേഗം ഇറങ്ങും. എടി, നിനക്ക് അവൻ വരുന്നത് ഭയമല്ല. എന്നാലേ എനിക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് എന്നെ അവൻ കാണാൻ പാടില്ല. എടി, എങ്ങനെയെങ്കിലും അവൻ കാണാതെ എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിത്താ. അതെ, ഞാനിവിടെ എവിടെയെങ്കിലും മറിഞ്ഞിരിക്കാം. പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് വരത്തില്ലെന്ന് പറഞ്ഞിട്ട് കെട്ടിയെടുത്തിരിക്കുക. എന്തിനാ റൂമിന്റെ ഡോർ അടച്ചിട്ട് ബാത്റൂമിൽ കയറിയത്? ഉണ്ണിയേട്ടൻ ഇവിടെ ഇല്ലല്ലോ. പിന്നെ വീടിനകത്തുള്ള 2 പേരെയും വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കാൻ പറ്റാത്തത് ആരെയാണെന്ന് നമുക്ക് നോക്കാവടി. നോക്കി നിൽക്കാതെ പോയി നോക്കടാ, അകത്താരാ ഉള്ളതെന്ന്. കള്ളനെ നമുക്ക് കാണാം, കള്ള കാമുകനെ. നോക്കി നിൽക്കാതെ എന്റെ കൂടെ വാടാ. അവനുണ്ടോ അകത്ത്? ദീപൻ
എടാ അവനകത്ത് തന്നെ ഉണ്ടാകും. പക്ഷെ പിടിക്കപ്പെട്ടാലും അവക്കൊന്നുമില്ല. നീയാണ് അവളുടെ പ്രധാന തലവേദന. നിനക്ക് മാത്രമേ അതറിയാത്തതായുള്ളൂ. മാമൻ കിടന്ന് ചിലക്കാതെ. ഞാൻ ചിലക്കുന്നില്ല, നീ വാ. മകളൊരു തെറ്റ് ചെയ്യുമ്പോ കൂടെ നിൽക്കേണ്ട അമ്മയും അച്ഛനും എന്നെ ഇങ്ങനെങ്കിലും പ്രതിയാക്കി അടങ്ങൂന്ന് പറഞ്ഞ് നടക്കുവോ? അതുകൊണ്ട് ആർക്കാ പ്രയോജനം എന്ന് ഞാൻ കാണിച്ചു തരാം. അവൻ ബാത്റൂമിലും ഇല്ല, കട്ടിലടിയിലും ഇല്ല. പിന്നെ ഇവൻ എവിടെ പോയി? ഒലിച്ചുപോയി. മാമന് ഭ്രാന്താ. എടാ മോനെ, അവന്റെ ബുള്ളറ്റ് നമ്മുടെ റോഡിലുണ്ടെങ്കിൽ അവൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. ദേ, എന്റെ നാവില് വേണ്ടതൊക്കെ വരുന്നുണ്ട്. ഇതുവരെ ഞാനൊന്നും വിളിച്ചിട്ടില്ല. ഇനി എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. അവനുണ്ടല്ലോ അടവുകൾ പയറ്റിയവനാ. പല്ലിയെ പോലെ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിരുന്ന് കളയും. പറ്റിപ്പിടിച്ചിരിപ്പുണ്ടോ നോക്ക്. വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാണ്ട്. അവൻ പിന്നെ എവിടെ പോയോ എന്തോ. അപ്പോ അങ്ങേര് പറഞ്ഞ് ശരിയാണല്ലോ. ഇവിടെ അവർ കണ്ടായിരുന്നോ? എന്നാ വേഗം പൊയ്ക്കോ. മിണ്ടരുത്. മിണ്ടിയ നിങ്ങളുടെ കഴുത്തറക്കും ഞാൻ. കർണത്തടിക്കും ഞാൻ. ഭർത്താവിന്റെ കയ്യും പിടിച്ച് അനന്തരവനൊപ്പം ഇറങ്ങി പോകേണ്ടി വരും. ദീപേട്ടനെ കാണാത്തതേ എന്റെ അല്ല, നിങ്ങളുടെയൊക്കെ ഭാഗ്യ. എന്തായാലും നീ ഇങ്ങനെ ആയി പോയല്ലോടി. ഓർമ്മയുണ്ടല്ലോ അന്ന് കവിളത്ത് വീണ എന്റെ കൈ. ഇനി പപ്പയാണോ അമ്മയാണോ എന്നൊന്നും നോക്കത്തില്ല. തല്ലേണ്ടി വന്നാലേ തല്ലും. ചിലപ്പോ അനന്തരവനെ കൊണ്ടും അത് ചെയ്യിക്കും. എത്ര നാൾ നീ ഇങ്ങനെ ചെയ്യിക്കൂടി? എന്നെങ്കിലും ഒരു ദിവസം നീ പിടിക്കപ്പെടില്ലേ? അങ്ങനെ പിടിക്കപ്പെടുമ്പോ എനിക്ക് നഷ്ടം വരില്ല. എനിക്കൊപ്പം ഇവിടെ ജീവിക്കണമെങ്കിൽ എന്നെ അനുസരിച്ച് എന്റെ തോന്നിവാസങ്ങൾ സമ്മതിച്ച് ഭർത്താവായാലും അച്ഛനായാലും അമ്മയായാലും ഒരു മൂലയിൽ ചുരുണ്ടു കൂടിക്കണം. എങ്ങോട്ടാടി നിന്റെ പോക്ക്? ഏതായാലും മുകളിലേക്കല്ല. മിക്കവാറും നിങ്ങളെ അയാള് ജയിലിലേക്ക് പോകുന്നതിന് മുമ്പേ കൊല്ലും. നിങ്ങളും വിശ്വനായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ. എനിക്ക് അയാളോട്ട് ഒരു ബന്ധമില്ലടി. പിന്നെ അയാൾ എന്തിനാ ഇവിടെ വന്ന് ടോർച്ചടിക്കുന്നേ? അത് അയാളുടെ സൂക്ക